ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞ മലയാളത്തിന്റെ ബ്രാൻഡ് സിനിമയാണല്ലോ ദൃശ്യം 3. ലാലേട്ടൻ സിനിമയുടെ ഹിന്ദി റീമേക്ക് കൂടി വരുന്നുണ്ടല്ലോ. അതിൽ അജയ് ദേവ്ഗണാണ് നായകനായിട്ട് എത്തുന്നത്. ഒരേ സമയം മലയാളം പതിപ്പും ഹിന്ദി റീമേക്ക് എല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിനെ ചൊല്ലി പല ചർച്ചകൾ ഇതിനോടകം തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കെ ഇപ്പോഴത്തെ ദൃശ്യം 3യുടെ ഹിന്ദി റീമേക്കിന് നമ്മുടെ മലയാളം ദൃശ്യം 3 മേക്കേഴ്സ് ചെറിയൊരു പണി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ദൃശ്യം 3 എന്ന ഹിന്ദി റീമേക്ക് പതിപ്പിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകളൊന്നും തന്നെ ദൃശ്യം 3യുടെ ഒറിജിനൽ പതിപ്പിന്റെ ആളുകൾ അറിയാതെ പുറത്തു വിടരുത്, അതോടൊപ്പം തന്നെ അനുമതി വേണം തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതേ കാരണത്തെ ചൊല്ലിയാണ് ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിവസം ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ടീസർ പുറത്തു വരേണ്ടിരുന്ന ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ ആ വീഡിയോ കണ്ടന്റ് ഒഫീഷ്യലായിട്ട് പുറത്തു വരാതിരുന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു മുന്നോട്ടുള്ള സാധ്യതയാണ് എന്ന് നമുക്ക് സംശയം പറയാം. ഇതേപോലെ തന്നെ ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ പവർ അറിഞ്ഞുകൊണ്ട് തന്നെ മേക്കേഴ്സ് കളിക്കട്ടെ എന്ന് ആശംസിക്കാം. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന് ഹാട്രിക് വിജയവും വലിയ വിജയവും തിയേറ്ററുകളിൽ നേടിയെടുത്തത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ ആ ഒരു ചൂടിലെല്ലാം തന്നെ നിൽക്കുകയാണല്ലോ. അങ്ങനെ ആകെ മൊത്തത്തിൽ ലാലേട്ടൻ അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ അടുത്ത സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്തവണത്തെ ഏറ്റവും പുതിയ മാറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി ലാലേട്ടൻ അടുത്ത 1-2 വർഷത്തേക്ക് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോകില്ല. മറിച്ച് ചെറിയ സിനിമകളിലേക്കാണ് ലാലേട്ടൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട്. തുടരും, ഹൃദയപൂർവ്വം എന്നീ സിനിമകൾ ചെറിയ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് വലിയ ലാഭം തിയേറ്റർ കളക്ഷൻ ഷെയറിലൂടെ മാത്രം കൊയ്ത സിനിമകളാണ്. അതേ പാറ്റേണിലുള്ള സിനിമകളിലേക്ക് തന്നെയാണ് ലാലേട്ടന്റെ ഫോക്കസ് എന്നാണ് നിലവിൽ നാം മനസ്സിലാക്കുന്നത്. L365 ദിലീഷ് പോത്തൻ സിനിമ, ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന ദൃശ്യം 3 എല്ലാം തന്നെ താരതമ്യേനെ നേരത്തെ പറഞ്ഞ തുടരും ഒപ്പം തന്നെ ഹൃദയപൂർവ്വം ബഡ്ജറ്റിനോട് സമാനതയുള്ള ബഡ്ജറ്റുള്ള സിനിമകളാണ്. ലാലേട്ടന്റെ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ചില പ്രമുഖരുടെ പോലെ പരിപ്പൂടെ ബഡ്ജറ്റ് ആയിരിക്കില്ല. ആ സിനിമയ്ക്ക് പോലും ഏറ്റവും കുറഞ്ഞത് 20 കോടി ബഡ്ജറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ലാലേട്ടന് മാത്രമല്ല ട്രാക്ക് മാറ്റമുള്ളത്. ആശീർവാദ് സിനിമാസും ചെറിയ സിനിമകളിലേക്കാണ് നിലവിൽ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ആശീർവാദ് സിനിമാസിൽ നിന്നും അടുത്ത ഒരു വർഷക്കാലം എന്തായാലും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ പ്രതീക്ഷിക്കേണ്ട എന്ന് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ റൂമേഴ്സ് ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നല്ലോ ലാലേട്ടനെ നായകനാക്കി വേട്ടയ്യൻ സംവിധായകൻ ജയ് ഭീം എന്ന സിനിമയുടെ കൂടി സംവിധായകനായ നാനവേൽ ദോഷ കിങ് എന്ന തമിഴ്നാട്ടിലെ പ്രമുഖ ഹോട്ടൽ ഉടമയുടെ കഥയുമായിട്ട് എത്തുന്ന സിനിമ വരുന്നു എന്നൊരു റിപ്പോർട്ട്. ഇപ്പോഴത്തെ ആ പ്രോജക്റ്റിൽ നിന്നും ലാലേട്ടൻ പിന്മാറിയിരിക്കുകയാണ്. ലാലേട്ടന് പകരം സത്യരാജിനെയാണ് നായകനാക്കി നാനവേൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായി എത്തേണ്ടിരുന്ന ഒരു സിനിമ വരേണ്ടിരുന്നതായിരുന്നല്ലോ. എന്നാൽ ആ പ്രോജക്റ്റ് ഉപേക്ഷിക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് സിനിമയുടെ ബഡ്ജറ്റാണ് എന്നൊരു റിപ്പോർട്ട് കൂടി വന്നിരിക്കുന്നു. 130 കോടിയാണ് സിനിമയ്ക്ക് ആദ്യം എസ്റ്റിമേറ്റ് ചെയ്ത ബഡ്ജറ്റ് എന്നും അതുകൂടാതെ 220 ദിവസത്തെ ഷൂട്ട് സിനിമയ്ക്ക് ആകെയുണ്ട് എന്നൊരു കാരണത്താലാണ് സിനിമ ഉപേക്ഷിച്ചത്, അതല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഷെൽവ് ചെയ്തത് എന്നൊരു റിപ്പോർട്ട് വരുന്നു. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ലാലേട്ടൻ സിനിമ വാർത്തകൾക്ക്.